മൊത്തൊരു ബോറെടുത്തൊരു നാശം കൊട്ടൊരു ഫോണ് ചാർജും ഇല്ല. ഇതെന്തൊക്കെ തേങ്ങയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നന്നാങ്ങിട്ടില്ല, ഞാൻ എന്ത് ചെയ്യാന്. ഓഫോടെ ഞാൻ ഇപ്പം ഇവിടുന്ന് കണ്ടില്ല എൻ്റെ മറ്റേ സംഭവത്തിലാണ് എൻ്റെ മറ്റേ എന്തായിരുന്നു പറയുന്നത്, മറ്റേ ഇതിലല്ലേ ഇരിക്കുന്നത്, നമ്മുടെ സോഫയിലാണ് നമ്മുടെ നമ്മുടെ ഇപ്പോൾ ചാനൽ പേരെടുത്ത് എൻ്റെ ചാനൽ വരുന്നതാണ്. ഒരു വീഡിയോ ഇന്നലെ എങ്ങാണ്ട് ഇട്ട് ഈ ഉടുപ്പിട്ടിട്ട് അല്ലാതെ ഞാൻ സൂം ഇട്ട് എൻ്റെ ഉടുപ്പിൻ്റെ ഇത് കാണിച്ചതൊക്കെ എല്ലാവർക്കും അത് 10 ലൈക്ക് അങ്ങാണ്ട്. ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ കാണുന്നത്. അതെങ്ങനെ നിങ്ങളുടെ അതാണ്. പിന്നെ ഇന്നലെ എനിക്ക് ഒരു സബ്സ്ക്രൈബറേ ഉള്ളായിരുന്നു, ഒരെണ്ണം. ഇപ്പം അങ്ങനെ 4 എണ്ണമായി. എൻ്റെ ഇഷാൻ അതെൻ്റെ പേര്, എൻ്റെ മറ്റേ എന്തുവാ ഇഷാൻ എമ്മലിൻ്റെ അത്രയും വ്യൂസായി. അറിയാവോ? അത് നിങ്ങളുടെ കഴിവും കൊണ്ടാ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എന്ത് താങ്ക്സാണ്. താങ്ക് യു നിങ്ങൾ താങ്ക് യു പറയാൻ അത്രയും വ്യൂസ് ആക്കി കിട്ടുന്ന ഒരു ഇതാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ വീഡിയോയ്ക്ക് 1 ആയിട്ട് എല്ലാത്തിലേക്ക് ബാക്കി 5 മാത്രമേ 10 എണ്ണം ഉള്ളൂ. ബാക്കി ആരായിരിക്കും അത് 1 ആയിട്ട് താഴോട്ട് ഇങ്ങോട്ട് ലൈക്ക് ലൈക്കുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ എനിക്ക് കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാൻ എത്രാം ക്ലാസ്സിലാണ്. അത് പറയണോ? പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ. എന്നെ കണ്ട എങ്ങനെ ഇരിക്കും തന്നെ കണ്ട എന്നെ ഇപ്പം തന്നെ വേറെ ആളായിട്ട് മാറിയാൽ കാണാം. പക്ഷെ ഞാൻ എത്രാം ക്ലാസ് എന്നല്ലേ, UKG ഒന്നല്ല, അതിൻ്റെ 2 വർഷം കഴിഞ്ഞ് മുമ്പിലോട്ട് കിട്ടിയല്ലോ അല്ലേ. 2+2 എത്ര? 1 UKG, 2 LKG UKG, അത് കഴിഞ്ഞിട്ടും 2 1-ാം ക്ലാസ് 2-ാം ക്ലാസ്. ആ 2-ലാണ് ഗൈസ് ഞാൻ ഇപ്പം. നിങ്ങൾ എന്തോ വിചാരിച്ചോണ്ടിരിക്കുവോ? പിന്നെ നിങ്ങൾക്കിത് ഇത് 3 പേരെങ്കിലും അഡ്ജസ്റ്റ് കാണത്തുള്ളൂ. വൈനോട്ട് എല്ലാം കാണുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ ഡിസ്ലൈക്ക് ഇല്ല, അത് നമുക്കൊരു മോശമല്ലേ. നമുക്ക് ലൈക്ക് ചെയ്യാം. പിന്നീട് സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ സാധനത്തിൽ നിങ്ങൾക്കൊന്ന് ഞെക്കി, എന്താ ലൈക്ക് ഒന്ന് ഞെക്കി. നിങ്ങൾക്ക് എന്താണ് ഇത്ര വേണ്ടി? ആ സാധനത്തെ ഒന്ന് ഓർത്തെടുക്കണം. നിങ്ങൾ ബുദ്ധിയും കൊണ്ട് ഓർത്തെടുത്ത് ഞാൻ ആ 3 സംഭവത്തിലും പിടിച്ച് ഞെക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഞാൻ ടാസ്ക് തന്നേക്കണം. ടാസ്ക് ഫിനിഷ് ചെയ്യണം. എൻ്റെ ഇതുവരെ ഒരു വീഡിയോക്ക് ഒരാൾ പോലും എനിക്ക് ലൈക്ക് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ചെറിയ യൂട്യൂബർ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇത്രയും ഇതെന്നൊക്കെ പറയുന്ന എന്താണ് ഞാൻ ചേട്ടൻ പറയുമ്പം ഫോളോയിന്നല്ല, നമ്മുടെ മച്ചാനെ കൊണ്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്നത് എന്തുവാണ്? ഇതൊക്കെയാണ് ചേട്ടൻ മച്ചനെ അറിയാലോ ഗൈസ്. മച്ചൻ പിടിച്ച് നമ്മൾ റോസ്റ്റ് ചെയ്ത് അറിയും. അല്ല പിന്നെ എടുത്ത് നമ്മൾ എറിയും. മച്ചൻ ഫോളോയിന്നല്ലാന്ന് പറയുന്നില്ല, എടുത്തിട്ട് നമ്മൾ എറിയും. ഞാൻ അതുകൊണ്ട് ആരെയും റോസ്റ്റ് ചെയ്യാൻ പോയില്ല. വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ട്, അവനെ വേണമെങ്കിൽ ഞാൻ റോസ്റ്റ് ചെയ്യാം. കൂട്ടുകാരനെ റോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിലുള്ള ആരെയും അങ്ങനെ റോസ്റ്റ് ചെയ്യാം. പക്ഷെ കൂട്ടുകാരനെ അല്ലേ ഇപ്പം പറയാം. പക്ഷെ കൂട്ടുകാരനെ പറ്റില്ല. കൂട്ടുകാരനെ ഒഴിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആരെയും വേണമെങ്കിലും പറഞ്ഞു, ആരെയും വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു. എല്ലാവരും ഇതായിക്കോ. എൻ്റെ സ്കൂൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ എനിക്കിപ്പോൾ കുറേ നിങ്ങൾക്കൊരു അഭിപ്രായം തരാനുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം വീട്ടിൽ വെക്കുന്നത് എന്തുവാ, നമ്മളെ ഇവിടെ തന്നെയാണ്, നമ്മളെ പത്തനംതിട്ടയിൽ തന്നെയാണ്. അപ്പം ഗെയിം തെറാപ്പിസ്റ്റ് എവിടെ? കൊല്ലമോ? എവിടെയാണ് ഗെയിം തെറാപ്പിസ്റ്റ്? അങ്ങനെ എങ്ങാണ്ട് സ്ഥലമായിരുന്നു.
അപ്പം ഗെയിംസ് അവിടുന്നാണ്. അവിടുന്ന് കൊച്ചിനെക്കാട്ടിലും കൊച്ചിൻ്റെ എത്രയൊക്കെ ഉണ്ട്. കൊച്ചിൻ്റെ ഇത്തിരി എന്തോ കുറച്ച് ദൂരമുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും 10 മിനിറ്റായി. ഇവിടുന്ന് പ്ലെയിനേ ഇല്ല. ഇവിടുന്നൊക്കെ പ്ലെയിൻ. കൊച്ചിയിലൊക്കെയാണ് പ്ലെയിൻ. ഇതുമാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ കുറേ വാരമുണ്ട്. അന്നൊരു പ്രാവശ്യം എയർ ഇന്ത്യ ഫ്ലൈറ്റ് പോയിട്ട് അത് ഞങ്ങളെന്ന് പറഞ്ഞ് ഇടിച്ചാൽ അത് അയാൾക്ക് വലിയ കുറവ്. അയാൾക്ക് എന്തിനാണ് സൂസൈഡ് ചെയ്യാൻ ബാക്കിയുള്ളവരെയും? അത് നിങ്ങൾ വന്നു ഞാൻ പറഞ്ഞുതരാം. അതായത് വീഡിയോ എടുക്കുമല്ലേ എൻ്റെ വീടുണ്ട്. ഓക്കെ, ആ സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നമ്മൾ നമ്മുടെ റൂമിലോട്ട്. ഇവിടെ ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണിക്കുമല്ലോ ഒരു മണിക്കൂർ. അത് തന്നെയല്ലേ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ. ഓക്കെ നിങ്ങൾ പിന്നെ ഇപ്പം കാണിക്കാതെ. ഓക്കെ, പിന്നെ നടുവ് നടുവ് ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ വ്യത്യാസം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ റൂം കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇത്തിരി കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം എന്തൊക്കെയാണ്. അതിന് മുമ്പ് ഫാൻ അയച്ചു വിട്ടെ, അല്ലെങ്കിൽ അതിന് കിട്ടുന്നൊരു അതിന് കിട്ടുന്ന സുഖമില്ല. അപ്പം നമ്മുടെ റൂം ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ചെറിയ വ്യത്യാസം വന്നില്ലേ? കണ്ട, ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. ആ സാധനം എടുത്തതേ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന സാധനം നോക്കട്ടെ. ഈ അലമാരയുടെ ഇവിടെ ഇല്ലേ, ഈ ഭാഗത്തല്ല ആ സാധനം കടന്ന് ഈ ഭാഗത്തല്ലേ ഗൈസ്. ഈ സാധനം കിടന്നേ. അതാണ് പറഞ്ഞത്. ഈ സൈഡിൽ ആ സാധനം കിടന്നു. അതെടുത്ത് ആരോ കൊണ്ട് അവിടെ വെച്ച്, അതല്ല ഞാൻ കൊണ്ട് അവിടെ വെച്ച്. അതിന് അത്ര വെയിറ്റ് ഇല്ല. ഞാൻ പൊക്കി കാണിച്ചു തരാം. രണ്ട് കൈ വെച്ച് പിടിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് മറിഞ്ഞ പോലെ വീണുണ്ടല്ലോ എൻ്റെ മോന്. ഒരു പടക്കം കിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് നല്ല പടക്കം കിട്ടും. ഇവിടെ പിന്നിട്ട് ഇവിടെ മൊത്തം തുണിയാണ്. ഈ അമ്മയ്ക്ക് ഇത് കണ്ടോ? ഇവിടെ മൊത്തം തുണിയാണ്. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇത് ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്ത സംഭവമാണ്. കണ്ടോ, ഞാൻ തന്നെ എൻ്റെ കൈമ്പ് ചെയ്തതാണ്. ഇത് പണ്ടേ ഇവിടെ ഇരിക്കുവാണ്. ഞാൻ എടുത്ത് പോകത്തില്ല, എനിക്കൊന്നും കൂടാ. ഇറങ്ങി ചാടിയതാ. നമ്മളാണിത്. ഫോണിന് ചാർജ് ഉണ്ടോ? ചാർജ് നോക്ക് ഗൈസ്. ചാർജ് നോക്ക്. ഇതിപ്പോ എങ്ങനെ പാടാണ്. ചാർജും കാണിക്കാൻ പറ്റില്ല. 1 ഉള്ളു. ഇതെൻ്റെ മുറി. ഇത് ഇവിടെ എനിക്ക് കളിക്കാൻ വേണ്ടിയുള്ളല്ലോ. ഈ ഡോറൊക്കെ പിന്നെ എന്തോ അച്ഛൻ തന്നെ ചെയ്ത സംഭവമാണ്. ഈ ഡോറൊക്കെ അങ്ങോട്ട് കുറേ പെയിൻ്റ് അടിച്ചു. പക്ഷെ പെയിൻറ്റ് ആയിന് പോയിട്ടുണ്ട്. കാണിച്ചായിട്ട് നിങ്ങൾക്ക് കണ്ടോ? അത് ഇത്തിരിയൊക്കെ മായിനിട്ടുണ്ട്. ബാക്കിയൊന്നും പറ്റില്ല. ഈ റൂമിൽ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ചതാണ്. പിന്നെ ഇവിടെ ഫാനുണ്ട്. ഇവിടെ ഇതുണ്ട്. പിന്നെ അവിടെ ഓണത്തിടുന്ന ഡ്രസ്സ് കാണിച്ചേ. അതിന് വേണ്ടി നമ്മൾ വാതിൽ തുറന്നു ഇങ്ങോട്ട് പോകണം. അപ്പം ഇതൊക്കെ അവിടെ ഇരുന്നതാണ്. ഈ ഉടുപ്പെല്ലാം ഇത് ഇവിടെ ഇരുന്നതാണ്. ഞാൻ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചത്. ഈ ബുക്കുണ്ടല്ലോ, ആ ബുക്ക് ഞാൻ ഇവിടെ വെച്ചേ. അത് ഞാൻ എടുത്തോണ്ട് പകുതിയായിട്ട് വന്ന് ഈ ബുക്ക് ഇത് ഞാൻ കൊണ്ട് ഇവിടെ വെച്ച്. അങ്ങനെ വിദ്യൻ്റെ ഒരു കാലമേ.
ഞാൻ അങ്ങനെ കുറേ സെറ്റപ്പ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ബോളുണ്ട്. ബോൾ 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 ബില്ല ബില്ല ബില്ലേ. നമ്മുടെ ഗുളു ജാമു ജോട്ട് ഈ പണ്ട തുണി എടുത്ത് അയ്യത്ത് കളയും. നമ്മളോട് അയ്യ ഉണ്ട് കേട്ടോ. അയ്യൊന്ന് പറയല്ലോ മുമ്പത്തിന്. പറയാൻ കിട്ടുന്നില്ല. ഞാൻ വിളിക്കാൻ അടുത്തത് അത് പോയാലോ. കിട്ടി അവസാനം. അത്ര നിങ്ങൾക്കാവുന്ന. അപ്പം എൻ്റെ വീടിൻ്റെ ഡയറക്ഷൻ പറയട്ടെ? വേണ്ടല്ലേ? അത് മതി. കുറേ പേർക്ക് പറയണം എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ പറയാം. പത്തനംതിട്ട കോരഞ്ചേരി ഇതൊക്കെയാണ്. പത്തനംതിട്ട കോരഞ്ചേരി ഇതൊക്കെയാണ്. ഇപ്പം ഒരു വീഡിയോ ഇട്ടുമായിരുന്നു. ഇപ്പം എന്തോ ഞാൻ ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനത്തെ സംഭവം ഐഫോണിൻ്റെ ആണെന്ന് തോന്നുന്നു. ഐഫോണൊക്കെ കിടന്നതിന് കുറേ ഇതൊക്കെ ആക്ഷൻ ചെയ്യാൻ എനിക്കറിയാം. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ സിനിമാ മേലാണ്. പിന്നെ ഞാൻ എന്താ സിനിമാ മേല ചെയ്യാത്തതെന്ന് വെച്ചാൽ കുറേ നാളുണ്ടോ സിനിമാ മേലിൽ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ കുറേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് ഞാൻ മറ്റൊരു സാധനം ഉണ്ടല്ലോ ഞാനത് ഇട്ടിട്ട് എൻ്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ അതിനകത്തോട് അത് നീ ഏതാടാന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പറയാം. എനിക്ക് വേറെ കഷ്ടത്തിന് കഷ്ടം നമ്മൾ കഷ്ടമായി